അങ്ങനെ നമ്മുടെ സുഭാഷേട്ടൻ പണി മാറ്റിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷും ഹരീഷും നികേഷും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ഏട്ടൻ നല്ല എവിടേക്കാണ് പോയ വൈകുന്നേരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ഒന്നും അറിയാത്ത പോലെ ഞാൻ എവിടെ പോകാനാണ്, നല്ല അവിനാഷിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നൊരു ചായ കുടിച്ച് പോന്നു, അത് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും സംഭവിച്ചില്ല, ഞാൻ എല്ലാം അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്തറിഞ്ഞു? നിങ്ങളോട് അവിനാഷ് ഭയ്യ ചാന്ദിനിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതൊക്കെ ഒന്ന് അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷേട്ടന് വല്ലാത്ത നാണം വരും. നാണം വന്നിട്ട് തലയൊക്കെ താഴ്ത്തുന്നുണ്ട്. ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷയുടെ സൈക്കിൾ എടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്തായാലും ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടൻ്റെ ജീവിതം സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി, വേറെ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും ഹരീഷ് ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് നീതു വരുന്നുണ്ട്. നീതു പിന്നെയും നമ്മുടെ ഹരീഷിനോട് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷിനോട് വീണ്ടും നീതു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഏട്ടനോട് കണ്ട പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനല്ലല്ലോ പറഞ്ഞ്, ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞ്, ഇതിന് ഈ പ്രശ്നത്തിനൊക്കെ എന്തിനാണ് നീ എന്നോട് ദേഷ്യപ്പെടണമെന്നൊക്കെ നീതു ചോദിക്കുന്നുണ്ട്. നീ എന്നെ കാരണം നിങ്ങളുടെ ഏട്ടൻ ഓരോ മണ്ടത്തരം ചെയ്യുന്നതിന് ഞാൻ എന്താ ചെയ്യാമെന്ന് പറയും. പിന്നെ ഈ ഏട്ടൻ മണ്ടത്തരം എന്ന് പറയുമ്പോഴേക്ക് പിന്നെ നമ്മുടെ ഹരീഷിന് ദേഷ്യം വരുന്നുണ്ട്. ഹരീഷ് പറഞ്ഞു, നീ എന്താടി എൻ്റെ ഏട്ടൻ മണ്ടത്തരം കാണിച്ചതെന്ന് പറഞ്ഞിട്ട് വീണ്ടും നീതുവിനോട് അടി കൂട്ടുന്നുണ്ട്. നീതുവിന് ദേഷ്യം വന്നിട്ട് വീണ്ടും നീതു ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ നിധി നികേഷും കൂടി ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി വരുന്നുണ്ട് നമ്മുടെ സുധീഷ് അവരുടെ ഒപ്പം. എന്തായാലും ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ നിധി, നിങ്ങൾക്ക് സ്കൂട്ടി എടുത്തിട്ട് പോയിക്കൂടെ നിധി, നീ എന്തിനാ അങ്ങനെ നടന്ന് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് എനിക്ക് വലിയ വണ്ടി വരുമ്പോൾ പേടിയാവുകയാണ്, അതാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ശരിയായിട്ട് എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബസ് സ്റ്റോപ്പിൽ എത്തുന്നുണ്ട്. അവിടെ നമ്മുടെ ഗായത്രി ഉണ്ട്. ഗായത്രി കാണുമ്പോൾ നമ്മുടെ സുധീഷ് വീണ്ടും ഗായത്രി അടുത്തേക്ക് പോകുന്നുണ്ട്. ഗായത്രി അടുത്ത് പോയിട്ട് ഓരോന്നും സംസാരിക്കുന്നുണ്ട്. ആ ഗായത്രി ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇട്ടിട്ട് വരാത്ത, ഞാൻ നിന്നെ കാണാനുള്ള ധൃതിയിൽ ഇടാൻ മറന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു തുയരക്കടൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ ഏട്ടനെ വെച്ചുകൊണ്ടിരിക്കണം, ഈ ഏട്ടൻ നിങ്ങൾ ഒഴിവാക്കിക്കളി ഏടത്തി എന്നൊക്കെ പറയണ്ട, അതന്നെടാ ഞാൻ ചെയ്യാൻ പോണത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ ബസ് വന്ന് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുഭാഷേട്ടൻ വർക്ക് സൈറ്റിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചാന്ദിനി ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അവിനാഷ് പറയുന്നത്, വരും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി മൂന്നാളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ ചാന്ദിനി അവനുള്ള സുഭാഷേട്ടനുള്ള ഭക്ഷണം കൊണ്ടുവന്നുണ്ട്, വളമ്പി കൊടുക്കുന്നുണ്ട്. സുഭാഷേട്ടൻ പറഞ്ഞു, വേണ്ട വേണ്ട എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അവിനാഷ് പറഞ്ഞു, ആയിക്കോട്ടെ സാരില്ല ഇതെന്ന് കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടി മൂന്നാളിരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ അവിനാഷിനാണെങ്കിൽ ഒരു ഫോൺ വരുന്നുണ്ട്. അവിനാഷ് ആ ഫോണും കൊണ്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ വേഗം ചാന്ദിനിക്ക് ഒരു പുട്ട് ചപ്പാത്തിയൊക്കെ പൊട്ടിച്ചിട്ട് അവളെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചാന്ദിനിക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ട്, വായിലൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചാന്ദിനി ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ചൂടിയാ വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അത് പറഞ്ഞ വള എന്നൊക്കെ അങ്ങനെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ പറയുന്നത്, ആയിക്കോട്ടെ വളയല്ലേ നിനക്ക് വേണ്ട, കുപ്പി വളയൊക്കെ നിനക്ക് ഇഷ്ടമാണോ ചോദിക്കുന്നുണ്ട്. ആ ഇഷ്ടമാണ് പറഞ്ഞു, ഞാൻ എന്തായാലും നാളെ വാങ്ങിയിട്ട് വരാം, ഇപ്പം നീ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുക, അപ്പോഴേ ഞാൻ നാളെ വാങ്ങിയിട്ട് വരുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും ചാന്ദിനി വേഗം ഒരു പ്ലേറ്റ് എടുത്ത് ചപ്പാത്തിയൊക്കെ വിളമ്പി കഴിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടന് വലിയ സന്തോഷമാവുണ്ട്. രണ്ടാളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഇങ്ങനെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവിടേക്ക് സിദ്ധാർത്ഥ് ഇങ്ങനെ വരുന്നുണ്ട്. സിദ്ധാർത്ഥ് വന്നിട്ട് നമ്മൾ നിധിയോട് പറയുന്നുണ്ട്, നാളെ 11 മണിക്കാണ് നിൻ്റെ പ്രൊജക്റ്റ് അവതരിപ്പിക്കാനുള്ള ടൈം, നീ അടിപൊളിയായിട്ട് അവതരിപ്പിക്കണം, നാളെ നിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് അല്ലേ, നമുക്കത് ഉഷാറാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയേണ്ട, ആയിക്കോട്ടെ ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെ മാക്സിമം ചെയ്യാൻ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിൽ അഡ്വക്കേറ്റ് വിളിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, നാളെ 21-ാം തീയതി നാളെ നമുക്ക് കേസിൻ്റെ ഹിയറിംഗ് ആണ്, നാളെ കറക്റ്റായിട്ട് 10 മണിക്ക് കോടതിയിൽ എത്താൻ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ നിധി പറയേണ്ട, അയ്യോ നാളെ എനിക്ക് എന്തായാലും എത്താൻ പറ്റില്ല മാഡം, എനിക്കിവിടെ ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ പിന്നെ ഒരു ദിവസം വന്നാൽ മതിയോ എന്ന് പറയേണ്ട. ആ സമയത്ത് അഡ്വക്കേറ്റ് പറയേണ്ട, ആയിക്കോട്ടെ സാരമില്ല, നമുക്കിനി ഒരു കേസ് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ടാക്കുന്നുണ്ട്. നിധി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.